അടിമാലി കൊമ്പടിഞ്ഞാലിൽ നാലംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതി പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 20-ന് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിക്കുമെന്ന ജനകീയ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാലംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെയുണ്ടായിട്ടും നിഗൂഢത നീക്കാൻ കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. അടിമാലി കൊമ്പടിഞ്ഞാലിൽ നാലംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച സംഭവവുമായി 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കഴിഞ്ഞ മെയ് 9-നാണ് തെല്ലിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാലംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെയുണ്ടായിട്ടും ഈ നിഗൂഢത നീക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആക്ഷേപം. അവരുടെ അനീഷിന്റെ ബന്ധുക്കളും ചില ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബിനാമി ഇടപാടുകളും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. അതുകൊണ്ട് വ്യക്തമായ രീതിയിലൊരു അന്വേഷണം ഇക്കാര്യത്തിനകത്തുണ്ടാകും. അതുകൊണ്ടാണ് 20-ാം തീയതി ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത്. സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 20-ന് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിക്കുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വീടിന് തീപിടിച്ചതെങ്ങനെ, ഒരു മൃതദേഹമൊഴികെ മറ്റു മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അനിൽ വിളക്കുന്നിൽ, കൺവീനർ വിനോദ് കറുകപ്പിള്ളിൽ, ശുഭയുടെ സഹോദരൻ VS ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.